കോഓപ്പറേറ്റീവ് റൂട്ട്സിലേക്ക് സ്വാഗതം. കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യക്കൊരു ഭരണഘടന ബ്രിട്ടൻ അംഗീകരിച്ചിട്ടുള്ള ഓർഡറാണ് ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940. അങ്ങനെ ഇന്ത്യക്കാണെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഉപദേശകൻ എന്നറിയപ്പെടുന്നത് BN റാവു. ദി അഡ്വൈസർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി BN റാവു. ഇന്ത്യൻ ഭരണഘടന ആദ്യം അതിന്റെ കയ്യെഴുത്ത് പ്രതിയാണ് തയ്യാറാക്കുന്നത്. ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്നത്. ഇതിൽ ഇംഗ്ലീഷില് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്നത് പ്രേം ബിഹാരി നാരായൺ റൈസാദ്. ഹിന്ദിയില് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. ആരൊക്കെയാണ്? ഇംഗ്ലീഷില് പ്രേം ബിഹാരി നാരായൺ റൈസാദ്, ഹിന്ദിയില് വസന്ത് കൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. എന്താണ്? ദി ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ or the chairman of the drafting committee of Indian Constitution, Dr. BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെ ഭരണഘടനയുടെ ശില്പി അല്ലെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് അല്ലെ നക്കൽ തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച 7 അംഗ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. ഈ കമ്മിറ്റി രൂപീകരിക്കുന്ന എന്നാണ് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോംഡ് 29 ഓഗസ്റ്റ് 1947. ഓക്കെ, 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റിയിൽ മൊത്തം 7 പേരാണ്. ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, മുഹമ്മദ് സ്വാദുള്ള, DP ഖൈത്താൻ. ഈ DP ഖൈത്താൻ ഇടയ്ക്ക് മരിക്കുന്നു. തുടർന്ന് TT കൃഷ്ണമാചാരി. ദെൻ BL മിത്തർ. BL മിത്തർ ഇടയ്ക്ക് രാജിവെക്കുന്നു. തുടർന്ന് N മാധവറാവു. അങ്ങനെ മൊത്തം 7 പേര്. ആരൊക്കെയാണ്? ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറെ കൂടാതെ KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, മുഹമ്മദ് സ്വാദുള്ള, DP ഖൈത്താൻ പകരം TT കൃഷ്ണമാചാരി, BL മിത്തർ പകരം N മാധവ് റാവു. ഇങ്ങനെ 7 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതായത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ഫാദർ ഓർ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡോക്ടർ BR അംബേദ്കർ. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവ് എന്ന സ്ഥലത്ത് മഹർ എന്ന താഴ്ന്ന ജാതിയിലാണ് അംബേദ്കർ ജനിക്കുന്നത്. അംബേദ്കർ വാസ് ബോൺ 14th April 1891.
മോവ് ഇൻ മധ്യപ്രദേശ്. അന്നേരം 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവ് എന്ന സ്ഥലത്ത് മഹർ എന്ന താഴ്ന്ന ജാതിയിലാണ് അംബേദ്കർ ജനിച്ചത്. ഏപ്രിൽ 14 ദേശീയ ജലദിനമായി അറിയപ്പെടുന്നു. അംബേദ്കറുടെ ജന്മദിനം ദേശീയ ജലദിനമായി അറിയപ്പെടുന്നു. അംബേദ്കർ എന്നാണ് ജനിച്ചത്? 14 ഏപ്രിൽ 1891. അംബേദ്കറുടെ ജന്മസ്ഥലമാണ് മധ്യപ്രദേശിലെ മോവ്, MHOW, മോവ്. അംബേദ്കറുടെ ജാതിയാണ് മഹർ. അംബേദ്കറുടെ ജനനത്തിലൂടെ ഇന്ത്യയിൽ പ്രസിദ്ധമായി തീർന്ന താഴ്ന്ന ജാതിയാണ് മഹർ. ഇനി അംബേദ്കറുടെ പൂർണ്ണമായ പേരാണ് ഭീം റാവു അംബ വധേക്കർ. എന്താണ്? ഭീം റാവു അംബ വധേക്കർ ആണ് അംബേദ്കറുടെ പൂർണ്ണമായിട്ടുള്ള പേര്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിറാവു ഫുലെ. ദി പൊളിറ്റിക്കൽ മാസ്റ്റർ ഓഫ് അംബേദ്കർ ജ്യോതിറാവു ഫുലെ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതിറാവു ഫുലെ. ദളിത് എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്ന ആളാണ് ജ്യോതിറാവു ഫുലെ. ഈ ജ്യോതിറാവു ഫുലെയാണ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ അറ്റൻഡഡ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെ ശില്പി എന്നറിയപ്പെടുന്നു. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവ് എന്ന സ്ഥലത്ത് മഹർ എന്ന താഴ്ന്ന ജാതിയിലാണ് ജനിക്കുന്നത്. പൂർണ്ണമായ പേരാണ് ഭീം റാവു അംബ വധേക്കർ. ഇനി അംബേദ്കറെ അറിയപ്പെടുന്നത് മോഡേൺ മനു, മോഡേൺ ബുദ്ധ, ബാബാ സാഹേബ്, ഇന്ത്യൻ ജഫേഴ്സൺ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ഇതാണ് ആധുനിക മനു. മനു ആരാണെന്ന് അറിയാമല്ലോ? ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമ സംഹിത കൊണ്ടുവന്നയാളാണ് മനു, അല്ലെ മനുസ്മൃതി കൊണ്ടുവന്നയാളാണ് മനു. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ആധുനിക മനു, ആധുനിക ബുദ്ധൻ, ബാബാ സാഹേബ്, ഇന്ത്യൻ ജഫേഴ്സൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ഈസ് കാൾഡ് മോഡേൺ മനു, മോഡേൺ ബുദ്ധ, ബാബാ സാഹേബ്, ഇന്ത്യൻ ജഫേഴ്സൺ. ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയാണ് അംബേദ്കർ. ദി മിനിസ്റ്റർ പ്രസന്റഡ് ഹിന്ദു കോഡ് ബിൽ ഇൻ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്ന മന്ത്രിയാണ് BR അംബേദ്കർ. ദി മിനിസ്റ്റർ റിസൈൻഡ് ദ യൂണിയൻ മിനിസ്ട്രി ഇൻ റിലേഷൻ ടു ദ ഹിന്ദു കോഡ് ബിൽ. ഹിന്ദു കോഡ് ബില്ലിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1951 കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച മന്ത്രിയും BR അംബേദ്കർ. എന്തൊക്കെയാണ്? BR അംബേദ്കർ ആധുനിക മനു, ആധുനിക ബുദ്ധൻ, ബാബാ സാഹേബ്, ഇന്ത്യൻ ജഫേഴ്സൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയാണ് അംബേദ്കർ. ഇന്ത്യൻ പാർലമെന്റിൽ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്ന മന്ത്രി. ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും 1951 രാജിവെച്ച മന്ത്രിയും BR അംബേദ്കർ ആണ്. അതാണ് BR അംബേദ്കർ റിസൈൻഡ് യൂണിയൻ മിനിസ്ട്രി ഇൻ 1951 റിലേറ്റഡ് ഹിന്ദു കോഡ് ബിൽ. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി കാലാവധിക്ക് മുമ്പ് രാജിവെച്ച കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ് നെഹ്റു മന്ത്രിസഭയിൽ നിന്നും ആദ്യമായി രാജിവെക്കുന്ന. 1949 RK ഷൺമുഖം ചെട്ടി രാജിവെക്കുന്നത്. ദി ഫസ്റ്റ് യൂണിയൻ മിനിസ്റ്റർ
റിസൈൻ ബിഫോർ ദ ടേം R.K. ഷൺമുഖം ചെട്ടി 1949 ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ ധനകാര്യമന്ത്രി അല്ലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് R.K. ഷൺമുഖം ചെട്ടി. R.K. ഷൺമുഖം ചെട്ടിയാണ് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി കാലാവധിക്ക് മുമ്പ് രാജിവെച്ച കേന്ദ്രമന്ത്രി. അതായത് 1949 R.K. ഷൺമുഖം ചെട്ടി രാജിവെക്കുന്നു. 1951 അംബേദ്കർ രാജിവെക്കുന്നു. അംബേദ്കർ രാജിവെക്കുന്നത് ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട്. അംബേദ്കർ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു? മോഡേൺ മനു, മോഡേൺ ബുദ്ധ, ബാബാ സാഹേബ്, ഇന്ത്യൻ ജെഫേഴ്സൺ, ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദി മിനിസ്റ്റർ പ്രസന്റഡ് ഹിന്ദു കോഡ് ബിൽ ഇൻ ഇന്ത്യൻ പാർലമെന്റ്. ദി മിനിസ്റ്റർ റിസൈൻഡ് ദ യൂണിയൻ മിനിസ്ട്രി ഇൻ റിലേഷൻ ടു ഹിന്ദു കോഡ് ബിൽ. ഇതെല്ലാം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ.